ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PYQ സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ LDC പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ജോഗ്രഫി ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങളും അതിന്റെ കണക്റ്റഡ് ഫാക്ട്സും ആണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ആദ്യത്തെ ചോദ്യം നോക്കിയാലോ. ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. 1, അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ എന്നറിയപ്പെടുന്നു. അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ ആണോ? അല്ല, ട്രോപ്പോസ്ഫിയർ ആണ്. 2, നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗൃഹവാതകമാണ്. ശരിയാണ്, നൈട്രസ് ഓക്സൈഡ് ഹരിതഗൃഹവാതകമാണ്. 3, ഗ്രാനൈറ്റ് ഒരു തരം അവസാദ ശിലയാണ്. അവസാദ ശിലയല്ല, ആഗ്നേയശിലയാണ്. 4, അളകനന്ദ, ഭഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മളോട് തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചേക്കുന്നത്. ഏതൊക്കെയാണ് തെറ്റായിട്ടുള്ളത്? 1ഉം 3ഉമാണ് തെറ്റായിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, 1ഉം 3ഉം. ഓക്കെ, ഓരോ പോയിന്റിന്റെയും കണക്റ്റഡ് പോയിന്റ്സ് നമുക്ക് നോക്കാം. ആദ്യം അന്തരീക്ഷ മണ്ഡലങ്ങൾ നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട അന്തരീക്ഷ മണ്ഡലങ്ങൾ? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ. പ്രധാന അന്തരീക്ഷ മണ്ഡലങ്ങളാണ് ഏതൊക്കെ? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ. ഇതിൽ ആദ്യത്തെയാണ് ട്രോപ്പോസ്ഫിയർ. ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലം, അതായത് ഏറ്റവും താഴെ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. ഏകദേശം 13 കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്നതാണ് എന്ത്? ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. 13 കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ. മധ്യരേഖാ പ്രദേശത്ത് വായു ചൂട് പിടിച്ച് ഉയരങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനാൽ ഇവിടെ ട്രോപ്പോസ്ഫിയറിന് കൂടുതൽ ഉയരമുണ്ട്. മധ്യരേഖാ പ്രദേശത്ത് എങ്ങനെയാണ്? 13 കിലോമീറ്റർ അല്ല, ഏകദേശം 18 കിലോമീറ്റർ വരെ ഉയരമുണ്ട്. കാരണം അവിടെ എന്താണ്? വായു ചൂട് പിടിച്ചു ഉയരങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനാൽ ട്രോപ്പോസ്ഫിയറിന് അവിടെ ഉയരം കൂടുതൽ അനുഭവപ്പെടുന്നുണ്ട്. ഓക്കെ, മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങി അന്തരീക്ഷ പ്രതിഭാസങ്ങളെല്ലാം ഈ മണ്ഡലത്തിലാണ് സംഭവിക്കുന്നത്. അപ്പം മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളെല്ലാം അനുഭവപ്പെടുന്ന മണ്ഡലം ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറഞ്ഞു വരുന്നു. എങ്ങനെയാണ്? ഉയരം കൂടുന്തോറും താപം എങ്ങനെയാണ് അവിടെ? താപം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അത് ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിലാണ് താപം കുറയുന്നത്. ഇങ്ങനെ ഈ ക്രമമായിട്ടുള്ള ഈ താപനഷ്ടത്തെയാണ് ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് വിളിക്കുന്നത്. ഓരോ 165 മീറ്റർ ഉയരത്തിനുമാണ് 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനെയാണ് ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് വിളിക്കുന്നത്. ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയാണ് ട്രോപ്പോപാസ്. ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖല ഏതാണ്? ട്രോപ്പോപാസ് ആണ്. എന്താണ് സംക്രമണ മേഖല എന്ന് പറയുന്നത്? പ്രധാന അന്തരീക്ഷ മണ്ഡലങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അന്തരീക്ഷ ഭാഗങ്ങളെയാണ് സംക്രമണ മേഖലകൾ എന്ന് പറയുന്നത്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ ഈ മണ്ഡലങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അന്തരീക്ഷ ഭാഗമാണ് ഏത്? സംക്രമണ മേഖലകൾ. അപ്പോ ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന മേഖലയാണ് ഏത്? ട്രോപ്പോപാസ്. അത് ട്രോപ്പോസ്ഫിയറിന് മുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന അന്തരീക്ഷ ഭാഗമാണ് ട്രോപ്പോപാസ്. അതിനെ എങ്ങനെ പറയാം? ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയാണ് ഏത്? ട്രോപ്പോപാസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് സ്ട്രാറ്റോസ്ഫിയർ. ട്രോപ്പോപാസിൽ തുടങ്ങി ഭൂമിയിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്നതാണ് ഏത്? സ്ട്രാറ്റോസ്ഫിയർ. ട്രോപ്പോപാസിൽ തുടങ്ങി ഭൂമിയിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്നതാണ് സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിന്റെ താഴ്ന്ന വിതാനങ്ങളിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനിലയിൽ മാറ്റം അനുഭവപ്പെടുന്നില്ല. താഴ്ന്ന വിതാനങ്ങളിൽ മാറ്റം അനുഭവപ്പെടുന്നില്ല. ഉയരം കൂടുന്തോറും എന്താണ്? അല്ലെങ്കിൽ ഉയരം കൂടുന്തോറും താപനില കൂടുകയാണ് ചെയ്യുന്നത്. താഴ്ന്ന വിതാനങ്ങളിൽ പക്ഷേ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനിലയിൽ മാറ്റം അനുഭവപ്പെടുന്നില്ല. ഈ മേഖലയാണ് സമതാപ മേഖല എന്നറിയപ്പെടുന്നത്. അപ്പൊ സ്ട്രാറ്റോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗം അവിടെ എങ്ങനെയാണ്? ഉയരം കൂടുന്നതിനനുസരിച്ച് താപനിലയിൽ മാറ്റമില്ല.
അപ്പൊ ആ മേഖലയെ എന്തെന്ന് പറയും? സമതാപ മേഖല എന്ന് അറിയപ്പെടുന്നു. ഓസോൺ പാളി ഹാനികരങ്ങളായ അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്ത് ഭൂമിയിലെത്താതെ നിയന്ത്രിക്കുന്നു. അപ്പൊ ഓസോൺ പാളി കാണപ്പെടുന്ന മണ്ഡലം ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലമാണ് ഏത്? സ്ട്രാറ്റോസ്ഫിയർ. ഈ സ്ട്രാറ്റോസ്ഫിയറിലെ ഓസോൺ പാളി എന്ത് ചെയ്യും? ഹാനികരങ്ങളായിട്ടുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്ത് ഭൂമിയിലെത്താതെ നിയന്ത്രിച്ചു നിർത്തും. ഓക്കെ, അപ്പൊ ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം സ്ട്രാറ്റോസ്ഫിയർ ആണ്. തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയും വായു അറകളുടെ അസാന്നിധ്യവും കൊണ്ട് ജെറ്റ് വിമാനങ്ങളുടെ സുഗമ സഞ്ചാരം സാധ്യമാകുന്നു. അപ്പൊ ജെറ്റ് വിമാനങ്ങളുടെ സുഗമ സഞ്ചാരം സാധ്യമാകുന്ന അന്തരീക്ഷ മണ്ഡലമാണ് സ്ട്രാറ്റോസ്ഫിയർ. കാരണം എന്താ? ഇവിടെ തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയും വായു അറകളുടെ അസാന്നിധ്യവുമാണുള്ളത്. അതുകൊണ്ട് ജെറ്റ് വിമാനങ്ങളുടെ സുഗമമായ സഞ്ചാരം നടക്കുന്ന മണ്ഡലമാണ് സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയെ സ്ട്രാറ്റോപാസ് എന്ന് വിളിക്കുന്നു. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയാണ് ഇത് സ്ട്രാറ്റോപാസ്. അതായത് സ്ട്രാറ്റോസ്ഫിയറിനെയും മീസോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന അന്തരീക്ഷ ഭാഗം. സ്ട്രാറ്റോസ്ഫിയറിനെയും മീസോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന അന്തരീക്ഷ ഭാഗമാണ് സ്ട്രാറ്റോപാസ്. അതായത് സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖല. അടുത്തതാണ് മീസോസ്ഫിയർ. ഭൂമിയിൽ നിന്ന് 50 മുതൽ 80 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്ന ഭാഗമാണ് ഇത് മീസോസ്ഫിയർ. 50 മുതൽ 80 കിലോമീറ്റർ വരെ. ഉയരത്തിനനുസരിച്ച് താപം കുറഞ്ഞു വരുന്നു. മീസോസ്ഫിയറിൽ എങ്ങനെയാണ്? ഉയരം കൂടുന്നതിന് അനുസരിച്ച് താപനില കുറഞ്ഞു വരും. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില മീസോപാസിൽ അനുഭവപ്പെടുന്നു. അപ്പൊ അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന പ്രദേശം ഏതാണ്? മീസോപാസ് ആണ്. അന്തരീക്ഷ മണ്ഡലം ചോദിച്ചാൽ അത് മീസോസ്ഫിയർ ആണ്. -80 ഡിഗ്രി സെൽഷ്യസ് മുതൽ -100 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് മീസോപാസിലെ താപനില എന്ന് പറയുന്നത്. അപ്പോൾ അന്തരീക്ഷത്തിൽ ഏറ്റവും കുറഞ്ഞ താപനില കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലമാണ് മീസോസ്ഫിയർ. ഏറ്റവും കുറഞ്ഞ താപനില കാണപ്പെടുന്ന പ്രദേശം ചോദിച്ചാൽ ഏതാണ്? അത് മീസോപാസ് ആണ്. അതായത് മീസോസ്ഫിയറിന്റെ ഉയർന്ന ഭാഗം. ഉൽക്കകൾ മീസോസ്ഫിയറിൽ പ്രവേശിക്കുന്നതിലൂടെ ഘർഷണത്താൽ കത്തിച്ചാരമാകുന്നു. അപ്പോ ഉൽക്കകൾ ഘർഷണത്താൽ കത്തിച്ചാരമാകുന്ന അന്തരീക്ഷ മണ്ഡലമാണ് മീസോസ്ഫിയർ. ഉൽക്കകൾ കത്തിച്ചാരമാകുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? മീസോസ്ഫിയർ ആണ്. മീസോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയാണ് മീസോപാസ്. മീസോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖല ഏതാണ്? മീസോപാസ് ആണ്. അതായത് മീസോസ്ഫിയറിനെയും തെർമോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന അന്തരീക്ഷ ഭാഗം. അതാണ് മീസോപാസ് എന്ന് പറയുന്നത്. ഈ മീസോപാസിലാണ് ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്നത്. -80 ഡിഗ്രി സെൽഷ്യസ് മുതൽ -100 ഡിഗ്രി സെൽഷ്യസ് വരെ. അടുത്തതാണ് തെർമോസ്ഫിയർ. ഏകദേശം 80 മുതൽ 600 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്നതാണ് എന്ത്? തെർമോസ്ഫിയർ. 80 മുതൽ 600 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് തെർമോസ്ഫിയർ. തെർമോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും താപനില ഗണ്യമായിട്ട് വർദ്ധിക്കും. തെർമോസ്ഫിയറിൽ എങ്ങനെയാണ്? ഉയരം കൂടുന്തോറും താപനില കൂടും. തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗത്തെ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു. തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗം എന്താണ് അറിയപ്പെടുന്നത്? അയണോസ്ഫിയർ എന്നാണ് അറിയപ്പെടുന്നത്. അയണോസ്ഫിയറിൽ റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നു. അയണോസ്ഫിയറിൽ എന്താണ്? റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നു. അപ്പം തെർമോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും താപനില ഗണ്യമായിട്ട് കൂടി വരുന്നു, ഗണ്യമായിട്ട് വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗം അറിയപ്പെടുന്നതാണ് അയണോസ്ഫിയർ എന്ന്. അയണോസ്ഫിയറിൽ എന്ത് സാധ്യമാണ്? റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാണ്. അപ്പൊ റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമായിട്ടുള്ള ഭാഗം ഏതാണ്? അന്തരീക്ഷ ഭാഗം ഏതാണ്? അയണോസ്ഫിയർ ആണ്. അയണോസ്ഫിയർ എന്ന് പറയുന്നത് തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗമാണ്. ഇവിടെ അയണോസ്ഫിയർ കൊടുത്തിട്ടുണ്ടെന്ന് നോക്കാം. അന്തരീക്ഷത്തിന്റെ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തില് അൾട്രാവയലറ്റ്, എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികള് വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നു. അപ്പം ഈ പ്രദേശത്ത് എന്താണ്? അൾട്രാവയലറ്റ്, എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികള് വാതക തന്മാത്രകളെ എന്താക്കി മാറ്റുന്നു? അയോണുകളാക്കി മാറ്റുന്നു. ഈ പ്രക്രിയയാണ് അയോണീകരണം എന്ന് പറയുന്നത്. ഇങ്ങനെ അയോണുകളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് അയോണീകരണം. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തെ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു.
അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയും. അയോണുകൾക്ക് എന്തിനുള്ള കഴിവുണ്ട്? വൈദ്യുതിയെ കടത്തിവിടാനായിട്ടുള്ള കഴിവുണ്ട്. റേഡിയോ തരംഗങ്ങൾ വൈദ്യുത കാന്തിക തരംഗങ്ങളായതിനാൽ ഈ മേഖല റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നു. അപ്പൊ റേഡിയോ തരംഗങ്ങൾ എന്താണ്? വൈദ്യുത കാന്തിക തരംഗങ്ങളാണ്. അതുകൊണ്ട് ഈ അയണോസ്ഫിയർ റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നു. ഓക്കെ, ഇത്രയുമാണ് അന്തരീക്ഷ മണ്ഡലങ്ങൾ. അടുത്ത് നമുക്ക് ഹരിതഗൃഹവാതകങ്ങൾ നോക്കാം. ആഗോളതാപനത്തിന് പ്രധാന കാരണം എന്താണ്? ഹരിതഗൃഹ പ്രഭാവമാണ്. ആഗോളതാപനത്തിന് കാരണം എന്ന് പറയുന്നത് ഹരിതഗൃഹ പ്രഭാവമാണ്. എന്താണ് ഹരിതഗൃഹ പ്രഭാവം? ഭൂമിയിൽ നിന്നും ഉയർന്നു പോകുന്ന താപകിരണങ്ങള് തിരികെ വീണ്ടും ഭൂമിയിലെത്തുന്ന പ്രതിഭാസമാണ് ഹരിതഗൃഹ പ്രഭാവം. ഭൂമിയിൽ നിന്ന് ഉയർന്നു പോകുന്ന താപകിരണങ്ങൾ തിരികെ വീണ്ടും ഭൂമിയിലെത്തുന്ന പ്രതിഭാസത്തെയാണ് ഹരിതഗൃഹ പ്രഭാവം എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ഹരിതഗൃഹ വാതകങ്ങള്? കാർബൺ ഡൈ ഓക്സൈഡ്, ക്ലോറോ ഫ്ലൂറോ കാർബൺ, നൈട്രസ് ഓക്സൈഡ്, മീഥേൻ, സൾഫർ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്. ഇതെല്ലാം എന്താണ്? ഹരിതഗൃഹ വാതകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. കാർബൺ ഡൈ ഓക്സൈഡ് CO2, ക്ലോറോ ഫ്ലൂറോ കാർബൺ CFC, നൈട്രസ് ഓക്സൈഡ് N2O, മീഥേൻ CH4, സൾഫർ ഡൈ ഓക്സൈഡ് SO2, കാർബൺ മോണോക്സൈഡ് CO. ഇതെല്ലാം എന്തിന് കാരണമാണ്? ഹരിതഗൃഹ വാതകങ്ങൾക്ക് കാരണമാണ്. ഹരിതഗൃഹ വാതകങ്ങളിൽ ഉണ്ടാകുന്ന വർധനവ് അന്തരീക്ഷത്തിലെ താപനില എന്ത് ചെയ്യും? വർദ്ധിപ്പിക്കുന്നു. ഹരിതഗൃഹ വാതകങ്ങളിൽ ഉണ്ടാകുന്ന വർധനവ് അന്തരീക്ഷ താപനില വർദ്ധിപ്പിക്കും. ഹരിതഗൃഹ വാതകങ്ങളിലൂടെ ഭൂമിയുടെ ശരാശരി അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന ഈ വർധനവാണ് ആഗോളതാപനം. ഹരിതഗൃഹ വാതകങ്ങളിലൂടെ ഭൂമിയുടെ ശരാശരി അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന വർധനവാണ് എന്ത്? ആഗോള താപനം. 20-ാം നൂറ്റാണ്ടിൽ ഹരിതഗൃഹവാതകങ്ങളുടെ അളവിലുണ്ടായ ക്രമാതീതമായ വർധനവ് അന്തരീക്ഷ താപനിലയില് ശരാശരി 0.4 ഡിഗ്രി സെൽഷ്യസ് വരെ വർധനവുണ്ടാക്കി. എത്രയാണ് വർധനവുണ്ടാക്കിയത്? 0.4 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് വർധനവുണ്ടാക്കിയത്. ആഗോളതാപന ഫലമായിട്ട് ആദ്യമായി വംശനാശം സംഭവിച്ച ജീവിയാണ് സ്വർണ്ണത്തവള. ആഗോളതാപന ഫലമായിട്ട് ആദ്യമായിട്ട് വംശനാശം സംഭവിച്ച ജീവി ഏതാണ്? സ്വർണ്ണത്തവളയാണ്. ഇനി ഹരിതഗൃഹവാതകങ്ങളെ നിയന്ത്രിക്കുന്നതിനായിട്ടുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ക്യോട്ടോ പ്രോട്ടോകോള്. ഹരിതഗൃഹവാതകങ്ങളെ നിയന്ത്രിക്കുന്നതിനായിട്ടുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? ക്യോട്ടോ പ്രോട്ടോകോൾ ആണ്. ക്യോട്ടോ ഉച്ചകോടി നടന്നത് ജപ്പാനിലാണ്. 1977 ജപ്പാനിലാണ് ക്യോട്ടോ ഉച്ചകോടി നടന്നത്. ക്യോട്ടോ പ്രോട്ടോകോൾ സ്വീകരിക്കപ്പെട്ടത് 1997 ഡിസംബർ 11-നാണ്. ക്യോട്ടോ പ്രോട്ടോകോൾ സ്വീകരിക്കപ്പെട്ടത് 1997 ഡിസംബർ 11-നാണ്. എന്നാൽ ക്യോട്ടോ പ്രോട്ടോകോൾ നിലവിൽ വന്നത് 2005 ഫെബ്രുവരി 16-നാണ്. ക്യോട്ടോ ഉച്ചകോടി നടന്നത് 1997 ജപ്പാനിലാണ്. ക്യോട്ടോ പ്രോട്ടോകോൾ സ്വീകരിക്കപ്പെട്ടത് 1997 ഡിസംബർ 11-നാണ്. ക്യോട്ടോ പ്രോട്ടോകോൾ നിലവിൽ വന്നത് 2005 ഫെബ്രുവരി 16-നാണ്. 191 രാജ്യങ്ങളാണ് ക്യോട്ടോ പ്രോട്ടോകോളിന് അംഗീകാരം നൽകിയത്. 191 രാജ്യങ്ങളാണ് എന്തിന് അംഗീകാരം നൽകിയത്? ക്യോട്ടോ പ്രോട്ടോകോളിന് അംഗീകാരം നൽകിയത്. ഈ ക്യോട്ടോ പ്രോട്ടോകോളിന് പകരമായിട്ട് 2015 നിലവിൽ വന്നതാണ് പാരീസ് ഉടമ്പടി. ക്യോട്ടോ പ്രോട്ടോകോളിന് പകരമായിട്ട് 2015 നിലവിൽ വന്നതാണ് ഇത് പാരീസ് ഉടമ്പടി. അടുത്ത നമ്മൾ ഏതാ നോക്കുന്നത്? ശിലകളെ കുറിച്ചാണ് അല്ലെ. രൂപം കൊള്ളുന്ന പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ ശിലകളെ 3ആയിട്ട് തിരിക്കാം. രൂപം കൊള്ളുന്ന പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ ശിലകളെ എത്രയായിട്ട് തിരിച്ചിരിക്കുന്നു? 3ആയിട്ട്. ഏതൊക്കെയാണ്? ആഗ്നേയ ശിലകള്, അവസാദ ശിലകള്, കായാന്തരിത ശിലകള്. ഇങ്ങനെ 3ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. എന്താണ് ആഗ്നേയ ശിലകള്? ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം. ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം ഭൗമ ഉപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞു രൂപപ്പെടുന്ന ശിലകളാണ് ആഗ്നേയ ശിലകള്. ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം ഭൗമ ഉപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞു രൂപപ്പെടുന്ന ശിലകളാണ് ആഗ്നേയ ശിലകള്. ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ് ഗ്രാനൈറ്റ്, ബസാൾട്ട്. നമ്മളോട് ചോദിച്ച ചോദ്യം
അതിൽ വന്നിരുന്ന സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ഗ്രാനൈറ്റ് ഒരു തരം അവസാദ ശിലയാണെന്നായിരുന്നു സ്റ്റേറ്റ്മെന്റ്. തെറ്റായിരുന്നു. ഗ്രാനൈറ്റ് എന്താണ്? ആഗ്നേയ ശിലയാണ്. അടുത്താണ് അവസാദ ശിലകൾ. കാലാന്തരത്തില് മറ്റ് ശിലകൾ ക്ഷയിച്ചു പൊടിയുന്നു. ഈ അവസാദങ്ങള് താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായിട്ട് നിക്ഷേപിക്കപ്പെടുകയും പിന്നീട് അവ ഉറച്ച് വിവിധതരം അവസാദ ശിലകളായിട്ട് മാറുകയും ചെയ്യുന്നതാണ്. എന്താണ് അവസാദ ശില? കാലാന്തരത്തില് ശിലകൾ ക്ഷയിച്ചു പൊടിയുകയും ഇതിന്റെ അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കപ്പെടുകയും പിന്നീട് അവ ഉറച്ച് വിവിധതരം അവസാദ ശിലകളായിട്ട് മാറുകയുമാണ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് അവസാദ ശിലകള്? മണൽക്കല്ല്, ചുണ്ണാമ്പുകല്ല്. ഇതൊക്കെ എന്താണ്? അവസാദ ശിലക്ക് ഉദാഹരണമാണ്. മണൽക്കല്ല്, ചുണ്ണാമ്പുകല്ല്. കായാന്തര ശില എന്താണ്? ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ എന്താണ്? ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾ ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ടാകുന്നതാണ് കായാന്തര ശിലകൾ. ഉയർന്ന മർദ്ദം മൂലം അല്ലെങ്കിൽ താപം മൂലം ശിലകൾ ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമായിട്ട് രൂപം കൊള്ളുന്നവയാണ് കായാന്തരിത ശിലകൾ. മാർബിള്, സ്ലേറ്റ് ഇതൊക്കെ കായാന്തരിത ശിലകൾക്ക് ഉദാഹരണമാണ്. മാർബിള്, സ്ലേറ്റ് കായാന്തരിത ശിലയ്ക്ക് എക്സാമ്പിൾ ആണ്. ഈ എല്ലാ മറ്റ് ശിലകളെല്ലാം ആഗ്നേയ ശിലകൾ രൂപമാറ്റം സംഭവിച്ചാണ് രൂപം കൊള്ളുന്നത്. അവസാദ ശിലയും കായാന്തരിത ശിലയൊക്കെ എന്താണ്? ആഗ്നേയ ശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ചാണ് രൂപം കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ആഗ്നേയ ശിലകള് പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നു. അല്ലെങ്കിൽ ശിലകളുടെ മാതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആഗ്നേയ ശിലകളാണ്. പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്ന ഏതാണ്? ആഗ്നേയ ശിലകളാണ്. ഇനി പാളികളായിട്ട് രൂപപ്പെടുന്നതുകൊണ്ട് അടുക്ക് ശിലകൾ എന്നറിയപ്പെടുന്നത് എന്താണ്? അവസാദ ശിലകളാണ്. പാളികളായിട്ട് രൂപപ്പെടുന്നതുകൊണ്ട് അവസാദ ശിലകൾ അറിയപ്പെടുന്ന മറ്റു പേരാണ് എന്ത്? അടുക്ക് ശിലകൾ എന്ന്. കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ശില ഏതാണ്? അത് കായാന്തരിത ശിലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് കായാന്തരിത ശിലയാണ്. ഓക്കെ, ശിലകളപ്പം 3 ആഗ്നേയ ശില, അവസാദ ശില, കായാന്തരിത ശില. ഗ്രാനൈറ്റ്, ബസാൾട്ട് ആഗ്നേയ ശിലകൾക്ക് എക്സാമ്പിൾ ആണ്. മണൽക്കല്ല്, ചുണ്ണാമ്പുകല്ല് അവസാദ ശിലകൾക്ക് എക്സാമ്പിൾ ആണ്. മാർബിള്, സ്ലേറ്റ് കായാന്തരിത ശിലയ്ക്ക് ഉദാഹരണമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കായാന്തരിത ശിലയാണ്. അവസാദ ശിലകൾ അറിയപ്പെടുന്ന മറ്റു പേരാണ് അടുക്ക് ശിലകൾ എന്ന്. അതുപോലെ പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നത് ആഗ്നേയ ശിലകളുമാണ്. അടുത്തത് നമ്മുടെ ഓപ്ഷനിൽ അളകനന്ദ, ഭഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു എന്ന് പറഞ്ഞിരുന്നു. നോക്കാം. ഗംഗയുടെ ഉൽപ്പത്തി പ്രവാഹങ്ങളായ നദികളാണ് ഭഗീരഥി, അളകനന്ദ, മന്ദാകിനി, ധൗളിഗംഗ, പിണ്ടാർ, നന്ദാകിനി എന്നിവ. ഗംഗയുടെ ഉൽപ്പത്തി പ്രവാഹങ്ങളായ നദികളാണ് ഏതൊക്കെ? ഭഗീരഥി, അളകനന്ദ, മന്ദാകിനി, ധൗളിഗംഗ, പിണ്ടാർ, നന്ദാകിനി. ഇനി ഇവയുടെ എല്ലാം സംഗമം നോക്കിയാലോ. ഭാഗീരഥയും അളകനന്ദയും തമ്മിൽ കൂടിച്ചേരുന്ന എവിടെ വെച്ചാണ്? ദേവപ്രയാഗിൽ വെച്ചിട്ടാണ്. ഇതായിരുന്നു നമ്മുടെ ചോദ്യം. ഭാഗീരഥിയും അളകനന്ദയും തമ്മിൽ ചേരുന്നത് ദേവപ്രയാഗിൽ വെച്ചിട്ടാണ്. അതുപോലെ മന്ദാകിനി അളകനന്ദയുമായി കൂടിച്ചേരുന്നത് രുദ്രപ്രയാഗിൽ വെച്ചിട്ടാണ്. മന്ദാകിനി നദി അളകനന്ദയുമായി കൂടിച്ചേരുന്ന എവിടെ വെച്ചിട്ടാണ്? രുദ്രപ്രയാഗിൽ വെച്ചിട്ട്. ഭാഗീരഥി, അളകനന്ദ ദേവപ്രയാഗ്, മന്ദാകിനി, അളകനന്ദ രുദ്രപ്രയാഗ്. പിണ്ടാറ് അളകനന്ദയുമായി ചേരുന്നത് കർണപ്രയാഗിൽ വെച്ചിട്ടാണ്. പിണ്ടാർ അളകനന്ദയുമായി ചേരുന്ന എവിടെ വെച്ചിട്ടാണ്? കർണപ്രയാഗിലാണ്. പിണ്ടാറ്, അളകനന്ദ, കർണപ്രയാഗ്. ഇനി നന്ദാകിനി, ഇവിടെ ഒരു മന്ദാകിനിയുണ്ട്, തെറ്റിപ്പോരുന്നു. ഇത് നന്ദാകിനിയാണ്. നന്ദാകിനിയും അളകനന്ദയും തമ്മിൽ ചേരുന്നത് നന്ദപ്രയാഗിൽ വെച്ചിട്ടാണ്. അത് പേരിൽ തന്നെയുണ്ട്. നന്ദാകിനിയും അളകനന്ദയും കൂടി ചേരുന്നത് നന്ദപ്രയാഗ്. ധൗളിഗംഗ അളകനന്ദയുമായി ചേരുന്നത് വിഷ്ണുപ്രയാഗിൽ വെച്ചിട്ടാണ്. ധൗളിഗംഗ അളകനന്ദയുമായി ചേരുന്നത് വിഷ്ണുപ്രയാഗിൽ വെച്ചിട്ടാണ്. അങ്ങനെ ഈ 5 പ്രയാഗുകളെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് പഞ്ചപ്രയാഗ്. 5 പ്രയാഗുകളെയും ചേർത്ത് ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് എന്ത്? പഞ്ചപ്രയാഗ്. ഇനി ഒന്നുകൂടെ നോക്കാം. ഒരു ത്രിവേണി സംഗമം ഉണ്ട് അല്ലെ? ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമമാണ് ത്രിവേണി സംഗമം. ഈ 3 നദികളും സംഗമിക്കുന്ന എവിടെ വെച്ചിട്ടാണ്? പ്രയാഗ്രാജിൽ വെച്ചിട്ടാണ്. അലഹബാദ് അഥവാ പ്രയാഗ്രാജിൽ വെച്ചിട്ടാണ് ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമം. അത് ത്രിവേണി സംഗമം എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. രണ്ടാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം ഏത്? ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹമാണ് ചോദ്യം. ഏതാണ്? അഗുൽഹാസ് പ്രവാഹമാണ്.
ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം അഗുൽഹാസ് പ്രവാഹം. എന്താണ് ജലപ്രവാഹങ്ങൾ? സമുദ്രജല പ്രവാഹങ്ങൾ എന്താണ്? ഒരു ദിശയിൽ നിന്ന് മറ്റൊരു ദിശയിലേക്കുള്ള സമുദ്രജലത്തിന്റെ തുടർച്ചയായിട്ടുള്ള പ്രവാഹമാണ് സമുദ്രജല പ്രവാഹം. ഒരു ദിശയിൽ നിന്ന് മറ്റൊരു ദിശയിലേക്കുള്ള സമുദ്രജലത്തിന്റെ തുടർച്ചയായിട്ടുള്ള പ്രവാഹമാണ് സമുദ്രജല പ്രവാഹം. ഉഷ്ണജല പ്രവാഹങ്ങളെന്നും ശീതജല പ്രവാഹങ്ങളെന്നും പ്രവാഹങ്ങൾ രണ്ട് തരത്തിലുണ്ട്. ഈ ഉഷ്ണമേഖലയിൽ നിന്നോ അല്ലെങ്കിൽ ഉപോഷ്ണ മേഖലയിൽ നിന്നോ സഞ്ചരിച്ച് ധ്രുവീയ ഉപധ്രുവീയ മേഖലകളിലേക്ക് ഒഴുകുന്ന സമുദ്രജല പ്രവാഹങ്ങളാണ് ഉഷ്ണജല പ്രവാഹങ്ങൾ. അതായത് എവിടുന്നാണോ തുടങ്ങുന്നത് അതാണ് അതിന്റെ പേര്. ഉഷ്ണമേഖലയിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ ഉഷ്ണജല പ്രവാഹങ്ങൾ. അതുപോലെ ധ്രുവീയ ഉപധ്രുവീയ മേഖലകളിൽ നിന്ന് ഉഷ്ണമേഖലയിലേക്കോ ഉപോഷ്ണ മേഖലയിലേക്കോ ഒഴുകിയെത്തുന്നവയാണ് ശീതജല പ്രവാഹങ്ങൾ. അപ്പൊ ധ്രുവീയ ഉപധ്രുവീയ മേഖലകളാണ് അല്ലെ, അവിടുന്ന് ഉത്ഭവിക്കുന്നതാണെങ്കിൽ അത് ശീതജല പ്രവാഹങ്ങളുമാണ്. അപ്പൊ എത്ര തരമുണ്ട്? ഉഷ്ണജല പ്രവാഹങ്ങൾ, ശീതജല പ്രവാഹങ്ങൾ എന്നിങ്ങനെ പ്രവാഹങ്ങൾ രണ്ടു തരത്തിലുണ്ട്. ഉഷ്ണമേഖലയിൽ നിന്നോ ഉപോഷ്ണ മേഖലയിൽ നിന്നോ സഞ്ചരിച്ചു വരുന്നവയാണെങ്കിൽ ഉഷ്ണജല പ്രവാഹങ്ങള്. അതുപോലെ ധ്രുവീയ ഉപധ്രുവീയ മേഖലകളിൽ നിന്നാണ് ആരംഭിക്കുന്നതെങ്കിൽ ശീതജല പ്രവാഹങ്ങളുമാണ്. നോക്കിയേ, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ജലപ്രവാഹങ്ങൾ ടെക്സ്റ്റിലാണ്, നമുക്ക് നോക്കാം. ഇവിടെ കിടപ്പുണ്ട് അഗുൽഹാസ് പ്രവാഹം. ഉണ്ടോ? ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹങ്ങളാണ് അഗുൽഹാസ് പ്രവാഹം, പിന്നെയോ പശ്ചിമ ഓസ്ട്രേലിയൻ പ്രവാഹം, ദക്ഷിണ മധ്യരേഖാ പ്രവാഹം, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ പ്രവാഹം. ഇതൊക്കെ എന്താണ്? പശ്ചിമവാത പ്രവാഹം. ഇതൊക്കെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹങ്ങളാണ്. ഇതാണ് നമ്മളോട് ചോദിച്ചത്, അഗുൽഹാസ് പ്രവാഹം. ഇനി ഓപ്ഷനിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? ബംഗ്വേല പ്രവാഹം, കുറോഷിവോ പ്രവാഹം, ഗൾഫ് സ്ട്രീം, ഇതൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് താഴെ നോക്കാം. അടുത്തത് പസഫിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങളാണ്. ഏതൊക്കെയാണ്? ഒയാഷിയോ പ്രവാഹം, അതുപോലെ ബ്രിട്ടീഷ് കൊളംബിയൻ പ്രവാഹം, കാലിഫോർണിയ പ്രവാഹം, കുറോഷിയോ പ്രവാഹം. ഉണ്ടോ? കുറോഷിയോ പ്രവാഹം നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നു. കുറോഷിയോ പ്രവാഹത്തിലെയാണ് പസഫിക് സമുദ്രത്തിലെ ജലപ്രവാഹമാണ് കുറോഷിയോ പ്രവാഹം. ഇത് നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്ന ചോദ്യമാണ്. ഓക്കെ. അതുപോലെ പസഫിക് സമുദ്രത്തിലെ മറ്റുള്ളതാണ് ഏതൊക്കെ? ഉത്തര മധ്യരേഖാ പ്രവാഹം, മധ്യരേഖാ പ്രതിപ്രവാഹം, ദക്ഷിണ മധ്യരേഖാ പ്രവാഹം, പൂർവ്വ ആസ്ട്രേലിയൻ പ്രവാഹം. നമ്മളപ്പറേ പശ്ചിമ ആസ്ട്രേലിയൻ പ്രവാഹം പഠിച്ചായിരുന്നു. അതെവിടെയാണ്? ഇവിടെ പശ്ചിമ ആസ്ട്രേലിയൻ പ്രവാഹം ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. പൂർവ്വ ഓസ്ട്രേലിയൻ പ്രവാഹമാണെങ്കിൽ അത് പസഫിക്കിലുമാണ്. ഓക്കെ, പൂർവ്വ ഓസ്ട്രേലിയൻ പ്രവാഹം പസഫിക്കിലാണ്. ഇനി അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങൾ നോക്കാം. നോക്കിയേ, ഗൾഫ് സ്ട്രീം. ഇത് നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നതാണ്. ഗൾഫ് സ്ട്രീം എവിടെയാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ജലപ്രവാഹമാണ് ഗൾഫ് സ്ട്രീം എന്ന് പറയുന്നത്. അതുപോലെ കാനറീസ് പ്രവാഹം, ഫ്ലോറിഡ പ്രവാഹം, ബെൻഗ്വേല പ്രവാഹം, ഇതും നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നു. ബെൻഗ്വേല പ്രവാഹം, ഗൾഫ് സ്ട്രീമും ബെൻഗ്വേല പ്രവാഹവും എവിടുത്തെയാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിലേതാണ്. അതുപോലെ ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം, പിന്നെന്തൊക്കെയുണ്ട്? ലാബ്രഡോർ പ്രവാഹം, ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം, ഉത്തര മധ്യരേഖാ പ്രവാഹം, ബ്രസീലിയൻ പ്രവാഹം, ദക്ഷിണ മധ്യ പ്രരേഖാ പ്രവാഹം. ഇതൊക്കെ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങളാണ്. ഇനി ഈ സമുദ്രജല പ്രവാഹങ്ങളുടെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സമുദ്രതീര പ്രദേശങ്ങളിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു. സമുദ്രജല പ്രവാഹങ്ങള് സമുദ്രതീര പ്രദേശങ്ങളിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു. ഉഷ്ണ ശീതജല പ്രവാഹങ്ങൾ സന്ധിക്കുന്ന പ്രദേശങ്ങളിൽ മൂടൽമഞ്ഞുണ്ടാകുന്നു. ഉഷ്ണ ശീതജല പ്രവാഹങ്ങൾ തമ്മിൽ സന്ധിക്കുന്ന പ്രദേശങ്ങളിലാണെങ്കിൽ അവിടെ എന്തുണ്ടാവും? മൂടൽമഞ്ഞുണ്ടാവും. അതുപോലെ ഉഷ്ണ ശീതജല പ്രവാഹങ്ങൾ സന്ധിക്കുന്ന പ്രദേശങ്ങളിൽ മത്സ്യങ്ങളുടെ വളർച്ചയ്ക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഉഷ്ണശീതജല പ്രവാഹങ്ങൾ സന്ധിക്കുന്ന പ്രദേശങ്ങളിൽ മത്സ്യങ്ങളുടെ വളർച്ചയ്ക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതും ഇതിന്റെ ഫലത്തിൽപ്പെടുന്നതാണ്. ഇവിടെ ഒരു ഗ്രാൻഡ് ബാങ്ക്സ് തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ലോകത്തിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഗ്രാൻഡ് ബാങ്ക്സ്. ലോകത്തിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രങ്ങളിൽ ഒന്നാണ് എന്ത്? ഗ്രാൻഡ് ബാങ്ക്സ്. ഇത് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്?
വടക്കേ അമേരിക്കയുടെ കിഴക്ക് ന്യൂ ഫൗണ്ട്ലാൻഡിന്റെ തീരത്താണ് ഗ്രാൻഡ് ബാങ്ക്സ് സ്ഥിതി ചെയ്യുന്നത്. വടക്കേ അമേരിക്കയുടെ കിഴക്ക് ന്യൂ ഫൗണ്ട്ലാൻഡിന്റെ തീരത്താണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഗ്രാൻഡ് ബാങ്ക്സ് സ്ഥിതി ചെയ്യുന്നത്. ഗൾഫ് സ്ട്രീം ഉഷ്ണജല പ്രവാഹവും ലാബ്രഡോർ ശീതജല പ്രവാഹവും സന്ധിക്കുന്നതിനാൽ ഇവിടെ മത്സ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള സാഹചര്യം രൂപപ്പെടുന്നു. അപ്പം ഗൾഫ് സ്ട്രീം ഉഷ്ണജല പ്രവാഹവും ലാബ്രഡോർ ശീതജല പ്രവാഹവും സന്ധിക്കുന്നതിനാലായിട്ടാണ് ഇവിടെ മത്സ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള സാഹചര്യം രൂപപ്പെടുന്നത്. നമ്മൾ നേരത്തെ സമുദ്രജല പ്രവാഹങ്ങളുടെ ഫലങ്ങളിൽ പഠിച്ചായിരുന്നില്ലേ? നോക്കിയേ, ഉഷ്ണശീതജല പ്രവാഹങ്ങൾ സന്ധിക്കുന്ന പ്രദേശങ്ങളിൽ മത്സ്യങ്ങളുടെ വളർച്ചയ്ക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു എന്ന് പഠിച്ചായിരുന്നു. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഗൾഫ് സ്ട്രീം ഉഷ്ണജല പ്രവാഹവും ലാബ്രഡോർ ശീതജല പ്രവാഹവും സന്ധിക്കുന്ന സ്ഥലമാണ് ഇത് ഈ ഗ്രാൻഡ് ബാങ്ക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അവിടെ മത്സ്യ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള സാഹചര്യം രൂപപ്പെടുന്നു. മാത്രമല്ല ലാബ്രഡോർ പ്രവാഹം മത്സ്യ ആഹാരമായ പ്ലവകങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകമാണ്. ലാബ്രഡോർ പ്രവാഹം എന്ന് പറയുന്നത് മത്സ്യ ആഹാരമായിട്ടുള്ള പ്ലവകങ്ങളുടെ വളർച്ചയ്ക്ക് സഹായമായതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തേക്ക് എന്ത് ചെയ്യും? ധാരാളം മത്സ്യങ്ങൾ ആകർഷിക്കപ്പെടും. അതുകൊണ്ടാണ് ഇവിടെ കൂടുതലായിട്ട് മത്സ്യങ്ങൾ കാണപ്പെടുന്നത്. ഓക്കെ, ഇവിടെ ഉഷ്ണജല പ്രവാഹങ്ങൾ ശീതജല പ്രവാഹങ്ങൾ പ്രത്യേകം എടുത്ത് കൊടുത്തിട്ടുണ്ട് 2 ബോക്സിലായിട്ട്. ഞാൻ ഈ PDF ഗ്രൂപ്പിൽ, ടെലഗ്രാം ഗ്രൂപ്പിൽ ആഡ് ചെയ്തേക്കാം, ടെലഗ്രാം ചാനൽ ആഡ് ചെയ്തേക്കാം. ഓക്കെ, ആവശ്യമുള്ളവർ PYQ സ്റ്റഡി സ്റ്റുഡിയോ എന്ന് പറയുന്ന ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ മതി. ഈ PDF ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകളാണ് ചോദ്യം. 1. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. ശരിയാണ്. 2. തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ഒരു ഭൗമതാപോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നു. കൂടംകുളത്ത് ഭൗമതാപോർജ്ജ നിലയമല്ല, ആണവോർജ്ജ നിലയമാണ് സ്ഥിതി ചെയ്യുന്നത്. 3. ഗുജറാത്തിന്റെ തലസ്ഥാനം അഹമ്മദാബാദ് ആണ്. തെറ്റാണ്, ഗാന്ധിനഗർ ആണ്. 4. സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇപ്പൊ നമ്മളോട് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചേക്കുന്നത്. ഏതൊക്കെയാണ് ശരി? 1ഉം 4ഉം ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ സി 1ഉം 4ഉം. ഇന്റർ കണക്റ്റഡ് ഫോൺസ് നോക്കാം. ഗ്രീനിച്ച് സമയവും സമയമേഖലയും നോക്കാം. 0 ഡിഗ്രി രേഖാംശ രേഖ ഗ്രീനിച്ച് രേഖ എന്നറിയപ്പെടുന്നു. 0 ഡിഗ്രി രേഖാംശ രേഖയാണ് ഗ്രീനിച്ച് രേഖ. ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് വാനനിരീക്ഷണശാല സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് എന്ന സ്ഥലത്തു കൂടി കടന്നു പോകുന്നതിനാലാണ് ഈ രേഖയ്ക്ക് ഗ്രീനിച്ച് രേഖ എന്ന പേര് നൽകപ്പെട്ടത്. ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് കിടക്കുന്നതാണ് കേട്ടോ. റോയൽ ബ്രിട്ടീഷ് വാനനിരീക്ഷണശാല സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് എന്ന സ്ഥലത്തുകൂടി കടന്നു പോകുന്നതിനാലാണ് ഈ രേഖയ്ക്ക് എന്ത് ഗ്രീനിച്ച് രേഖ എന്ന പേര് ലഭിച്ചത്. ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കിയാണ് ലോകത്തെവിടെയുമുള്ള സമയം നിർണ്ണയിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ രേഖ പ്രൈം മെറിഡിയൻ എന്നും വിളിക്കപ്പെടുന്നു. അപ്പൊ ഗ്രീനിച്ച് രേഖ തന്നെയാണ് എന്തെന്നറിയപ്പെടുന്നത്? പ്രൈം മെറിഡിയൻ എന്ന് അറിയപ്പെടുന്നത്. ഗ്രീനിച്ച് രേഖയിലെ പ്രാദേശിക സമയത്തെ ഗ്രീനിച്ച് സമയം എന്ന് പറയുന്നു. ഇതിലെ പ്രാദേശിക സമയമാണ് എന്ത്? ഗ്രീനിച്ച് സമയം. ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കി 1 മണിക്കൂർ വീതം സമയ വ്യത്യാസമുള്ള 24 മേഖലകളായിട്ട് ലോകത്തെ തിരിച്ചിരിക്കുന്നു. അപ്പൊ 24 സമയ മേഖലകളായിട്ടാണ് ലോകത്തെ തിരിച്ചിരിക്കുന്നത്. ഈ 24 മേഖലകളാണ് സമയ മേഖലകൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കി ലോകത്തെ എത്ര സമയ മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്? 24 സമയ മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. 1 മണിക്കൂർ വീതം വ്യത്യാസമുള്ള 24 സമയ മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് സമയം നോക്കാം. ഓരോ രേഖാംശത്തിലെയും പ്രാദേശിക സമയത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. വിവിധ രേഖാംശങ്ങളിൽ ഉൾപ്പെട്ട പ്രദേശങ്ങൾ അതാതിടങ്ങളിലെ പ്രാദേശിക സമയം പരിഗണിച്ചാൽ അത് പല അവസരങ്ങളിലും ആശയക്കുഴപ്പം സൃഷ്ടിക്കും. ഈ പ്രതിസന്ധി മറികടക്കാനായിട്ട് രാജ്യങ്ങളുടെ കേന്ദ്രഭാഗത്തുകൂടി കടന്നു പോകുന്ന രേഖാംശത്തിലെ പ്രാദേശിക സമയത്തെയാണ് രാജ്യത്ത് മുഴുവൻ പൊതുസമയമായിട്ട് കണക്കാക്കുന്നത്. അപ്പം ഒരു രാജ്യത്തിന്റെ കേന്ദ്രഭാഗത്തുകൂടി കടന്നു പോകുന്ന രേഖാംശത്തിലെ പ്രാദേശിക സമയത്തെയാണ് ആ രാജ്യത്തെ മുഴുവൻ പൊതുസമയമായിട്ട് സാധാരണ കണക്കാക്കുന്നത്. എന്നാൽ രേഖാംശ വ്യാപ്തി കൂടിയ രാജ്യങ്ങളിലാണെങ്കിലോ അവിടെ ഒന്നിലേറെ രേഖാംശങ്ങളെ മാനക രേഖാംശമായിട്ട് പരിഗണിച്ചുകൊണ്ട് ഒന്നിലധികം മാനക സമയങ്ങൾ നിർണയിച്ചിട്ടുണ്ടാവും. ലോകത്തിലെ ഓരോ രാജ്യവും ഇത്തരത്തിൽ ഏറെക്കുറെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന രേഖാംശ രേഖയാണ് മാനക രേഖാംശമായിട്ട് പരിഗണിക്കുന്നത്. ഈ മാനക രേഖാംശത്തിലെ പ്രാദേശിക സമയമാണ് ആ രാജ്യത്തിന്റെ മാനക സമയം എന്ന് പറയുന്നത്. അപ്പൊ ആ രാജ്യത്തിന്റെ മാനക രേഖാംശത്തിലെ പ്രാദേശിക സമയത്തെയാണ് മാനക സമയമായിട്ട് കണക്കാക്കുന്നത്.
ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം. ഇന്ത്യയുടെ പൂർവ്വ രേഖാംശം 68 ഡിഗ്രി മുതൽ 97 ഡിഗ്രി വരെയാണ് രേഖാംശ വ്യാപ്തി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏതാണ്? 68 ഡിഗ്രി ഈസ്റ്റ് മുതൽ 97 ഡിഗ്രി ഈസ്റ്റ് വരെയാണ്. പൂർവ്വ രേഖാംശം 68 ഡിഗ്രി മുതൽ 97 ഡിഗ്രി വരെ. അപ്പൊ ഇതിന്റെ ഏകദേശം മധ്യത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശത്തെയാണ് ഇന്ത്യയുടെ മാനക രേഖാംശമായിട്ട് കണക്കാക്കുന്നത്. അപ്പൊ ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ്? 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശം. 82.5 ഡിഗ്രി ഈസ്റ്റ് ആണ്. ഈ രേഖാംശത്തിലെ പ്രാദേശിക സമയമാണ് ഇന്ത്യയുടെ പൊതുവായിട്ടുള്ള സമയമായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്. ഇതിനെയാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എന്ന് പറയുന്നത്. അപ്പൊ ഈ 82.5 ഡിഗ്രി രേഖാംശത്തിലെ സമയമാണ് ഇന്ത്യയുടെ പൊതുസമയം. ഇതാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം. ഈ ഇന്ത്യ എന്ന് പറയുന്നത് ഗ്രീനിച്ചിന്റെ കിഴക്കായിട്ട് സ്ഥിതി ചെയ്യുന്നതിനാല് ഗ്രീനിച്ചിലെ സമയത്തേക്കാള് 5 മണിക്കൂർ 30 മിനിറ്റ് കൂടുതലായിരിക്കും ഇന്ത്യയിലെ സമയം. ഇതായിരുന്നു നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ ഗ്രീനിച്ച് എന്ന് പറയുന്നത് 0 ഡിഗ്രി ആണല്ലോ. 0 ഡിഗ്രി രേഖാംശ രേഖയാണ് ഗ്രീനിച്ച് എന്ന് പറയുന്നത്. അതിനേക്കാളും ഇന്ത്യ കിഴക്ക് വശത്ത് 82.5 ഡിഗ്രിയാണ് നമ്മുടെ രേഖാംശം, മാനക രേഖാംശമായിട്ട് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് 5 മണിക്കൂർ 30 മിനിറ്റ് കൂടുതലായിരിക്കും. ഗ്രീനിച്ചിലെ സമയത്തേക്കാൾ 5 മണിക്കൂർ 30 മിനിറ്റ് കൂടുതലായിരിക്കും ഇന്ത്യയിലെ സമയം എന്ന് പറയുന്നത്. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടായിരുന്നത്. ഇനി ഇന്ത്യയിലെ പ്രധാന ആണവോർജ്ജ നിലയങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ ആണവോർജ്ജ നിലയമാണ് താരാപൂർ. റാവത് ഭട്ട എവിടത്തെയാണ്? രാജസ്ഥാനിലെയാണ്. അതുപോലെ കൽപ്പാക്കം, കൂടംകുളം തമിഴ്നാട്ടിലെ ആണവോർജ്ജ നിലയമാണ്. നമ്മളോട് ചോദിച്ചത് കൂടംകുളം ഭൗമതാപോർജ്ജ നിലയമാണെന്നാണ് പറഞ്ഞിരുന്നത്. ഭൗമതാപോർജ്ജ നിലയമല്ല, ആണവോർജ്ജ നിലയമാണ്. ഇനി കൈഗ കർണാടകയിൽ സ്ഥിതി ചെയ്യുന്ന ആണവോർജ്ജ നിലയമാണ്. കാക്രപാറ ഗുജറാത്തിലുള്ളതാണ്. നറോറ ഉത്തർപ്രദേശ്. ഇതാണ് ഇന്ത്യയിലെ പ്രധാന ആണവോർജ്ജ നിലയങ്ങൾ. മഹാരാഷ്ട്രയില് താരാപൂർ, രാജസ്ഥാൻ റാവത് ഭട്ട, തമിഴ്നാട്ടില് കൽപ്പാക്കവും കൂടംകുളവും, കർണാടകയില് കൈഗ, ഗുജറാത്തില് കാക്രപാറ, ഉത്തർപ്രദേശില് നറോറ. ഇനി ഇന്ത്യയിലെ പ്രധാന ഭൗമതാപോർജ്ജ നിലയങ്ങൾ ഏതൊക്കെയാണ്? മണികരൺ, ഹിമാചൽ പ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന മണികരൺ, അതുപോലെ ലഡാക്കിലെ പുഗാവാലി, ഛത്തീസ്ഗഡിലെ തത്തപ്പാനി, പുഗാവാലി, മണികരൺ, അതുപോലെ തന്നെ ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗൾഫ് ഓഫ് കാംബയും ഭൗമതാപോർജ്ജ നിലയത്തിന് ഉദാഹരണമാണ്. ഏതൊക്കെയാണ്? മണികരൺ, പുഗാവാലി, തത്തപ്പാനി, ഗൾഫ് ഓഫ് കാംബെ. ഇതെല്ലാം ഭൗമതാപോർജ്ജ നിലയങ്ങൾക്ക് എക്സാമ്പിൾ ആണ്. മണികരൺ ഹിമാചൽ പ്രദേശിലാണ്, പുഗാവാലി ലഡാക്ക്, തത്തപ്പാനി ഛത്തീസ്ഗഡ്, ഗൾഫ് ഓഫ് കാംബെ ഗുജറാത്ത്. അടുത്തത് ഗുജറാത്തിന്റെ തലസ്ഥാനം എവിടെയെന്നാ പറഞ്ഞത്? അഹമ്മദാബാദ് എന്നാണ് പറഞ്ഞത്. അത് തെറ്റാണ്, ഗാന്ധിനഗർ ആണ്. ഓക്കെ, ഗുജറാത്തിന്റെ തലസ്ഥാനം ഗാന്ധിനഗർ. അപ്പൊ ഇവിടെ കുറച്ച് ഇന്ത്യയുടെ സ്റ്റേറ്റും അതിന്റെ ക്യാപിറ്റൽസും ആണ് ഇതിൽ തന്നിരിക്കുന്നത്. ഞാൻ PDF അപ്ലോഡ് ചെയ്യാം, എല്ലാവരും ഒന്ന് നോക്കിയേക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എല്ലാവരും ഒരു ഓപ്ഷൻ കൂടി ഉണ്ടായിരുന്നു നദികളെ കുറിച്ച് അല്ലെ. സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയായിരുന്നെന്നാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടായിരുന്നത്. അത് ശരിയാണ്. ഇവിടെയുണ്ട് സിന്ധുവിന്റെ പോഷക നദികൾ ഇവിടെയുണ്ട്. ഏതൊക്കെയാണ്? ഝലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഇത്രയുമാണ് സിന്ധുവിന്റെ പോഷക നദികൾ. ടിബറ്റിനടുത്തുള്ള മനസരോവർ തടാകത്തിന് അവിടെ നിന്നാണ് ഏത് നദി ഉത്ഭവിക്കുന്നത്? അവിടെയുള്ള ബോഗാർസു ഗ്ലേസിയറിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. സിന്ധു നദിയുടെ പോഷക നദികളാണ് ഇവിടെ ഉണ്ടെല്ലാം. കണ്ടോ? ചിനാബ്, രവി, ഝലം, ബിയാസ്, സത്ലജ്. ഇത്രയുമാണ് സിന്ധു നദിയുടെ പോഷക നദികൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്തു പേരിൽ അറിയപ്പെടുന്നു? ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്തു പേരിൽ അറിയപ്പെടുന്നു? ഹരിക്കെയിൻ. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ ഹരിക്കെയിൻ ആണ്. ഓക്കെ, ഇത് +1 നിന്നുള്ള കട്ടിംഗ് ആണ്. നോക്കാം. ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ അഥവാ ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ അല്ലെ. ചുഴലിക്കാറ്റുകളെ കുറിച്ചിട്ടാണ് നോക്കാം. ഉഷ്ണമേഖലയിലെ സമുദ്രങ്ങൾക്ക് മുകളിൽ രൂപം കൊണ്ട് തീരത്തേക്ക് വീശുന്ന അതിതീവ്രമായ കൊടുങ്കാറ്റുകളാണ് ഉഷ്ണമേഖല ചക്രവാതങ്ങൾ അഥവാ ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇവ തീവ്രതയോടെ വീശുന്നതിനാൽ അതിശക്തമായ മഴയ്ക്കും കടലേറ്റത്തിനും വൻതോതിൽ നാശനഷ്ടങ്ങൾക്കും കാരണമാകുന്നു.
ഏറ്റവും വിനാശകാരിയായ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നാണ് എന്തെന്ന് പറയുന്നത്? സൈക്ലോൺസ് എന്ന് പറയുന്നത് അല്ലെ. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സൈക്ലോൺ ആണ് ഏത്? അല്ല, ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് സൈക്ലോൺ. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റാണ് എന്ത്? സൈക്ലോൺ എന്ന് പറയുന്നത്. അതുപോലെ അറ്റ്ലാന്റിക് സമുദ്ര പ്രദേശങ്ങളിലെയാണ് ഹരിക്കെയിൻ. ഇതാണ് നമ്മുടെ ചോദ്യം. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്ത് പേരിൽ അറിയപ്പെടുന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പോ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റാണ് സൈക്ലോൺ. അതുപോലെ അറ്റ്ലാന്റിക് സമുദ്ര പ്രദേശങ്ങളിലാണ് ഹരിക്കെയിൻസ്. ഇതൊക്കെ നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ. അതുപോലെ പശ്ചിമ ശാന്ത സമുദ്ര പ്രദേശത്തും തെക്കൻ ചൈന കടലിലുമാണ് ടൈഫൂൺ. തെക്കൻ ചൈന കടലിലും പശ്ചിമ ശാന്ത സമുദ്ര പ്രദേശത്തുള്ള ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റാണ് എന്ത്? ടൈഫൂൺ. പശ്ചിമ ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്നതാണ് വില്ലി വില്ലീസ്. പശ്ചിമ ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റാണ് വില്ലി വില്ലീസ്. ഇങ്ങനെ വിവിധ രാജ്യങ്ങളിൽ വിവിധ പേരുകളിലാണ് ഇവ അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തില് സൈക്ലോൺ, അറ്റ്ലാന്റിക് സമുദ്രത്തിലാണെങ്കിൽ ഹരിക്കെയിൻ, പശ്ചിമ ശാന്ത സമുദ്ര പ്രദേശത്തും തെക്കൻ ചൈന കടലിലുമാണെങ്കിൽ ടൈഫൂൺ, പശ്ചിമ ഓസ്ട്രേലിയയിലാണെങ്കിൽ വില്ലി വില്ലീസ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന ദേശീയ ജലപാത ഏത്? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന ദേശീയ ജലപാത PSCയുടെ സ്ഥിരം ചോദ്യമാണ്. NW3 ആണ് ഉത്തരം. ദേശീയ ജലപാതകളൊന്നും നമുക്ക് നോക്കാം. ദേശീയ ജലപാത 1 ഗംഗാ നദിയില് അലഹബാദ് മുതൽ ഹാൽഡിയ വരെയാണ്. ഗംഗാ നദിയില് അലഹബാദ് മുതൽ ഹാൽഡിയ വരെയുള്ളതാണ് എന്ത്? ദേശീയ ജലപാത 1. ദേശീയ ജലപാത 2 ബ്രഹ്മപുത്ര നദിയിലാണ്, സാദിയ മുതൽ ധൂബ്രി വരെയാണ്. ബ്രഹ്മപുത്ര നദിയിലാണ് ദേശീയ ജലപാത 2, സാദിയ മുതൽ ധൂബ്രി വരെ. ദേശീയ ജലപാത 3 ഇതായിരുന്നു നമ്മുടെ ചോദ്യം. കേരളത്തില് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ളതാണ് ദേശീയ ജലപാത 3. പശ്ചിമ തീര കനാൽ എന്നറിയപ്പെടുന്നത് ദേശീയ ജലപാത 3 ആണ്. ഗോദാവരി കൃഷ്ണ നദികളുമായിട്ട് ചേർന്ന് കാക്കിനട മുതൽ പുതുച്ചേരി വരെയുള്ളതാണ് ദേശീയ ജലപാത 4. ഗോദാവരി കൃഷ്ണ നദികളുമായിട്ട് ചേർന്ന് കാക്കിനട മുതൽ പുതുച്ചേരി വരെയുള്ളതാണിത് ദേശീയ ജലപാത 4. പൂർവ്വതീര കനാൽ എന്നറിയപ്പെടുന്നതാണ് ദേശീയ ജലപാത 5. പശ്ചിമതീര കനാലാണ് ദേശീയ ജലപാത 3. പൂർവ്വതീര കനാലാണ് ഏത്? ദേശീയ ജലപാത 5. ഇത് ബ്രാഹ്മണി മഹാനദി ഡെൽറ്റ നദീവ്യവസ്ഥയെ തമ്മിലാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ബ്രാഹ്മണി മഹാനദി ഡെൽറ്റ നദീവ്യവസ്ഥയെ തമ്മിൽ ബന്ധിച്ചിരിക്കുന്നതാണ് ദേശീയ ജലപാത 5. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യം ഏത്? 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യമാണ് ഏത്? സൗദി അറേബ്യ. ഏതാണ്? സൗദി അറേബ്യ. 2021 പരിസ്ഥിതിദിനത്തിന് ആതിഥ്യം വഹിച്ചതാണ് പാകിസ്ഥാൻ. 2022 സ്വീഡൻ ആണ്. 2023 കോട്ട് ഡി ഐവർ ആണ്. അത് നെതർലാൻഡിന്റെ സഹകരണത്തോടെയാണ് കോട്ട് ഡി ഐവർ ആതിഥേയത്വം വഹിച്ചത്. 2024 സൗദി അറേബ്യയാണ് ആതിഥേയത്വം വഹിച്ചത്. 2024 തീം എന്തായിരുന്നു? ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം. 2024 പരിസ്ഥിതിദിനാഘോഷങ്ങളുടെ തീം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം എന്നുള്ളതായിരുന്നു. അതേപോലെ മുദ്രാവാക്യം ചോദിച്ചാല് നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി, ഞങ്ങൾ തലമുറ പുനഃസ്ഥാപനമാണ്. 2024 പരിസ്ഥിതിദിനാഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള മുദ്രാവാക്യമാണ് എന്ത്? നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി, ഞങ്ങൾ തലമുറ പുനഃസ്ഥാപനമാണ്. ഹോസ്റ്റ് ചെയ്തത്, അദ്ദേഹം വഹിച്ചത് സൗദി അറേബ്യ. ഇതായിരുന്നു നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പൊ ജോഗ്രഫി ഭാഗത്തു നിന്നുള്ള 6 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കിയത്. അതും അതിന്റെ കണക്റ്റഡ് ഫാക്ട്സ് ആണ് നോക്കിയത്. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.